നിർഭാഗ്യവാന്മാരുമാണെന്ന് പലരും പറയും. നമുക്ക് ഒരിക്കലും സന്തോഷമില്ല, പ്രത്യാശയില്ല, സമാധാനമില്ല, മരണഭീതി കൊണ്ട് നമ്മൾ പറയും. കർത്താവിനോട് ചേർത്തിരിക്കുകയാണെങ്കിൽ ഇതൊന്നുമില്ല. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. എല്ലാവർക്കും യേശുക്രിസ്തു നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കുന്നു. നമുക്ക് റോമാലേഖനം 6-ാം അധ്യായം അതിന്റെ 10-11 വാക്യങ്ങൾ വായിക്കും. റോമർ 6-10-11. സ്തോത്രം. അവൻ മരിച്ചത് പാപസംബന്ധമായി ഒരിക്കലായിട്ട് മരിച്ചു. അവൻ ജീവിക്കുന്നതോ ദൈവത്തിന് ജീവിക്കുന്നു. അവണ്ണം നിങ്ങളും പാപസംബന്ധമായിട്ട് മരിച്ചവർ എന്നും ക്രിസ്തുയേശുവിൽ ദൈവത്തിന് ജീവിക്കുന്നവരെന്നും നിങ്ങളെ തന്നെ എണ്ണുക. നോക്കൂ, നമ്മുടെ കർത്താവായിരിക്കുന്ന യേശുക്രിസ്തു ഒരിക്കലായിട്ട് മാത്രമാണ് ക്രൂശിൽ മരിച്ചത്. അവൻ ഇപ്പോൾ ആർക്ക് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത്? അവൻ ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നു. അവണ്ണം പാപസംബന്ധമായിട്ട് മരിച്ചവർ എന്നും ക്രിസ്തുയേശുവിൽ ദൈവത്തിൽ ജീവിക്കുന്നവരെന്നും നിങ്ങളെ തന്നെ എണ്ണുക. അപ്പൊ കർത്താവായിരിക്കുന്ന യേശുക്രിസ്തു ഒരിക്കലായിട്ട് താൻ പാപപരിഹാര ബലിയായിട്ട് കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി മരിക്കുകയും ശേഷം അവൻ പിതാവിന് വേണ്ടി സ്വർഗത്തിൽ തന്റെ വലതുഭാഗത്ത് അമർന്നിരിക്കുകയും ചെയ്യുന്നു. അല്ലെങ്കിൽ മാർക്കോസിന്റെ സുവിശേഷം 16-19 വായിച്ചാൽ പെട്ടെന്ന്. യേശുക്രിസ്തു ഇപ്പൊ എവിടെയാണ് ഇരിക്കുന്നത്? മാർക്കോസ് 19:16. മതി. അവൻ ഇപ്പോൾ ദൈവത്തിന്റെ വലത്തുഭാഗത്ത് ഇരുന്നു. അങ്ങനെയാണെങ്കിൽ എഫേസ്യ ലേഖനം 2:7 എന്താ പറയുന്നത്? ക്രിസ്തുയേശുവിൽ അവനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തു. അപ്പോൾ യേശുക്രിസ്തു മരിച്ചപ്പോൾ ഉയർത്തെഴുന്നേറ്റ് പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നു. നമ്മളെ അവനോടുകൂടെ ജീവിപ്പിച്ച് ഉയർപ്പിച്ച് സ്വർഗത്തിൽ നമ്മളെ ഇരുത്തിയിരിക്കുന്നു. എന്ന് വെച്ചാൽ പിതാവിന്റെ വലതുഭാഗത്ത് പുത്രൻ ഇരിക്കുന്നു, തന്നോടുകൂടെ നമ്മളും വസിക്കുന്നു. ഇപ്പോഴത്തെ അനുഭവം. പക്ഷെ അത് എങ്ങനെയാണ് നമുക്ക് സ്വായത്തമാക്കിയത്? നമ്മൾ പലപ്പോഴും പല കാര്യങ്ങളും അധികം ചിന്തിക്കാറില്ല. അല്ലെങ്കിൽ ദൈവഭയം എന്നൊരു കാര്യം പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാറുണ്ട്. നമുക്ക് ഇങ്ങനെ മനോഹരമായിരിക്കുന്ന ഒരു അനുഭവത്തിലേക്ക്, അതാണ് ഞാൻ തുടങ്ങിയപ്പോൾ പറഞ്ഞത്, നമ്മളോളം ഭാഗ്യകരമായിരിക്കുന്ന പദവിയുള്ള മനുഷ്യൻ ആരാണുള്ളത്? പിതാവിനോടുകൂടെ പുത്രനോടുകൂടെ ചേർന്നിരിപ്പാൻ തക്കവണ്ണം ഒരു ദിവസമല്ല, 2 ദിവസമല്ല, സമച്ച എത്ര കോടി വർഷമുണ്ടെന്ന് കണക്കില്ല. അത് എത്രയാണ്? ഇൻഫിനിറ്റിയാണ്, നിത്യതയാണ്. അപ്പോൾ ഒരിക്കലും തീർന്നു പോകാത്ത ഇത്ര ഉന്നതമായിരിക്കുന്ന ഒരു പദവിയിലേക്കും, അതായത് എഫേസ്യർ 1:3 പറയുന്ന പോലെ സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പദവിയെ പറ്റിയാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമിയിലുള്ള സമൃദ്ധിയല്ല അവിടെ പറയുന്നത്. ഭൂമിയിൽ നമ്മൾ മുമ്പ് പറഞ്ഞാല് അന്നെന്നുള്ളതിനെ അന്നെന്നുള്ളത് തിരുന്നു, തന്നിട്ടുമുണ്ട്, മേലാലും തരും. എന്നാൽ യേശുക്രിസ്തുവിന്റെ പിതാവിന്റെ അടുക്കൽ സ്വർഗത്തിൽ എന്തൊക്കെ അവകാശങ്ങളും എന്തൊക്കെ അധികാരങ്ങളും ഒക്കെയുമുണ്ടോ, എന്തൊക്കെയുണ്ടോ, അല്ലെങ്കിൽ യേശുക്രിസ്തുവിന് സ്വർഗത്തിലുള്ള എന്തൊക്കെ കാര്യങ്ങൾ അവന്റെ കാഴ്ചയിൽ അമർന്നിരിക്കുന്നുവോ അതിൽ ആർക്കും കൂടെ ഉള്ളതാ? നമുക്കുമുള്ള മണവാട്ടിക്ക് സഭയ്ക്കുള്ളത്. നമ്മൾ ആ സഭയ്ക്ക് ഒരു അംഗമാണ്. അപ്പോൾ ഇത്ര ഉന്നതമായിരിക്കുന്ന ഒരു പദവി നമ്മൾക്ക് നൽകി തന്നതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? 2 പത്രോസ് 3:10 മുതലൊന്ന് വായിച്ചേക്കാം. 2 പത്രോസ് 3:10. നമുക്ക് തന്നിരിക്കുന്ന ഇത്ര വലിയൊരു പദവി. കർത്താവിന്റെ ദിവസമോ കള്ളനെ പോലെ വരും. മൂലപദാർത്ഥങ്ങൾ കത്തി കഴിയും, ഭൂമിയും അതിലുള്ള പണികളും വെന്തുപോകും. ഇങ്ങനെ ഇതൊക്കെയും അഴിവാനുള്ളതായിരിക്കാൻ ആകാശം ചുട്ടഴിവാനും മൂലപദാർത്ഥങ്ങൾ വെന്തുരുക്കുവാനും ഉള്ള ദൈവ ദിവസത്തിന്റെ വരവ് കാത്തിരുന്നുകൊണ്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് എത്ര വിശുദ്ധ ജീവനും ഭക്തിയും ഉള്ളവരുമായിട്ട് നമ്മൾ ജീവിക്കും. അപ്പൊ ഇത്ര ഉന്നതമായിരിക്കുന്ന ഒരു വിളി നമുക്കുള്ളത് കൊണ്ടും നമ്മുടെ കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ ദിവസത്തിൽ ആകാശം കൊടുമുഴക്കത്തോടെ ഒഴുകി പോകേണ്ടതായിരിക്കെ കൊണ്ടും ഭൂമിയും അതിലെ പണികളും വെന്തു പോകേണ്ടത് നിശ്ചയിക്കപ്പെട്ടിരിക്കാനും ആ വെന്തു പോകുന്ന ഈ ഭൂമിയിൽ നിന്നും ലോക സ്നേഹത്തിൽ
നിന്നും നമ്മൾ ഇത്ര ഉന്നതമായിരിക്കുന്ന ഒരു പദവിയിലേക്ക് എത്ര കോടി വർഷങ്ങൾ കഴിഞ്ഞാലും തീരാത്ത ദൈവത്തോടു കൂടെ വിശുദ്ധന്മാർക്ക് കിട്ടുന്ന ഓഹരിക്ക് അവകാശിയായിട്ട് തീർന്നിരിക്കുന്നത് കൊണ്ട് നമ്മൾ എത്ര ഭക്തിയുള്ളവരും എങ്ങനെ ഇരിക്കുന്നത്, എത്ര ഭക്തിയും എത്ര വിശുദ്ധ ജീവിതവും നമ്മൾ നയിക്കേണ്ടതായിട്ട്. അപ്പൊ പ്രിയപ്പെട്ടവരെ, യഥാർത്ഥത്തിൽ ഈ പ്രത്യാശ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വിശുദ്ധിയോടെ തുടരുവാൻ കഴിയത്തുള്ളൂ. ഈ പ്രത്യാശ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്താണ് വിശുദ്ധന്മാരായിട്ട് ഭൂമിയിൽ അവസാന ശ്വാസം വരെ പൂർത്തീകരിക്കാൻ കഴിയത്തുള്ളൂ. അപ്പോൾ ഒന്നാമത്തെ കാര്യം നമ്മളെ ഇരുത്തിയിരിക്കുന്ന ഇടത്തെ പറ്റിയുള്ള അറിവാണ്. അതിനുവേണ്ടി കർത്താവായിരിക്കുന്ന യേശുക്രിസ്തു അനുഭവിച്ച കഷ്ടാനുഭവങ്ങളെ പറ്റിയുള്ള ധ്യാനമാണ്. 3, നമ്മുടെ നിത്യതയിൽ നമ്മുടെ വാസസ്ഥലത്തെ പറ്റി, നമ്മളെ ഇരുത്തിയിരിക്കുന്ന ഇടത്തെ പറ്റി, നമുക്ക് പതിച്ചു തന്നിരിക്കുന്ന മുറിയെ പറ്റി, വീടിനെ പറ്റിയുള്ള ഉറപ്പാണ്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ സഹായമാക്കണമെങ്കിൽ നമ്മൾ ഒരിക്കൽ ഈ റോമാലേഖനം 6 നമുക്ക് മടങ്ങി വരാം. അവൻ മരിച്ചത് പാപസംബന്ധമായിട്ട് ഒരിക്കലായിട്ട് മരിച്ചു. അവൻ ജീവിക്കുന്നതോ ദൈവത്തിന് ജീവിക്കുന്നു. അവണ്ണം നിങ്ങളും പാപസംബന്ധമായിട്ട് മരിച്ചവരെന്നും ക്രിസ്തു യേശുവിൽ ദൈവത്തിന് ജീവിക്കുന്നവരെന്നും നിങ്ങളെ തന്നെ എണ്ണുവൻ. ഇത്ര മഹത്തരമായിരിക്കുന്ന ആകാശം ചുട്ടഴിവാനും മൂലപദാർത്ഥങ്ങൾ വെന്തൊഴിയുകയും ചെയ്യുന്ന ആ ദിവസത്തിൽ, കർത്തൃ ദിവസത്തിൽ, ആ തീയെ നമ്മള് അതിജീവിക്കേണ്ടതായിട്ടുണ്ട്. ആ ഭയങ്കരമായിരിക്കുന്ന തീയെ നമ്മൾ അതിജീവിക്കണമെങ്കിൽ നമ്മൾക്കൊരു വിശുദ്ധ ജീവിതം മുമ്പോട്ട് നയിക്കേണ്ടത് ആവശ്യമാണ്. കാരണം ഭൂമിയും അതിലെ പണികളും വെന്തുപോകുമെന്ന് പറയുമ്പോൾ ഇതാ യോഹന്നാൻ അപ്പോസ്തലൻ നമ്മളോട് പറയുന്നു, ലോകസ്നേഹം ദൈവത്തോടുള്ള ശത്രുത്വമാണ്. അപ്പൊ ലോകത്തിന്റെ എന്തെങ്കിലും ഇടപാടുകൾ നമ്മുടെ ജീവിതത്തിൽ ശേഷിക്കുന്നുവെങ്കിൽ എന്നാണ് കർത്താവിന്റെ ദിവസത്തിൽ ലോകത്തോട് ഇത് കത്തുന്ന കാര്യങ്ങളാണ്. അപ്പൊ കത്തുന്ന കാര്യങ്ങളാണെങ്കിൽ ആ ഭാഗം അവിടെ സ്വർഗത്തിൽ നമുക്ക് ഉണ്ടാവുകയില്ല. നമ്മൾ എന്താണ് അവിടെ ചെന്നെത്തുവാൻ തന്നെ പ്രയാസമായിട്ട്. അപ്പോൾ ഒരിക്കൽ നമ്മളെ വീണ്ടെടുത്ത് സഭയിലാക്കി വെച്ചാൽ, ദൈവത്തിന്റെ മണവാട്ടി സഭയിൽ വെച്ചാൽ, ഈ സഭയെ ചേർക്കാനാണല്ലോ കർത്താവ് വരുന്നത്. അപ്പോഴെന്താണ് കറയും ചുളുക്കവും ഇല്ലാത്ത ഒരു അവകാശം നമുക്ക് വേണ്ടി ഉള്ളതുകൊണ്ട് നമ്മുടെ ഉത്തരവാദിത്വം ഒരിക്കലായിട്ട് ഫലമേൽപ്പിച്ചിരിക്കുന്ന യൂത അപ്പോസ്തലൻ പറഞ്ഞ ഈ അതിവിശുദ്ധ വിശ്വാസത്തിന് വേണ്ടി ഒരു പോരാട്ടമുണ്ട്, അധ്വാനമുണ്ട്. ആ വിശ്വാസത്തെ ആരും ത്യജിച്ചു ആരും പിടിച്ചുകൊണ്ടുപോകാൻ, ആ വിശ്വാസം നഷ്ടപ്പെട്ട് നമ്മൾ പാപം ചെയ്യപ്പെടാം. കർത്താവിൽ ഏകാഗ്രതയിൽ മാറ്റപ്പെടുമ്പോഴാണ് ഈ വിശ്വാസം ത്യജിക്കപ്പെടുന്നത്. ആ വിശ്വാസം ത്യജിക്കപ്പെടാതെ, അത് കള്ളം കൊണ്ടുപോകാതെ ഈ അതിവിശുദ്ധ വിശ്വാസത്തെ സർവ്വലോകത്തെക്കാളും വിലയേറിയ ആത്മാവിന്റെ വീണ്ടെടുപ്പ് നമ്മളിൽ നടന്നതാ, അല്ലെ? നമ്മുടെ വീണ്ടെടുപ്പ് വരെ നടന്നതാണ്. ആ സർവ്വലോകത്തെക്കാളും വലിയ, ഞാൻ ചോദിക്കട്ടെ, 1 പവൻ സ്വർണം നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ എത്ര കള്ളന്മാർ നോട്ടമിടുമെന്ന് അറിയാമോ? നമ്മുടെ കുഞ്ഞിന്റെ ശരീരത്തിൽ 1 പവൻ സ്വർണം ഉണ്ടെങ്കിൽ എത്ര കള്ളന്മാർ അത് നോട്ടമിടുമെന്ന് അറിയാമോ? സർവ്വഭൂമിയെക്കാളും വലിയൊരു ആത്മാവിനെ നമുക്ക് തന്നതുകൊണ്ട്, അതിനുവേണ്ടി കർത്താവായിരിക്കുന്ന യേശുക്രിസ്തു തന്റെ പ്രാണനെ കൊടുത്ത് വീണ്ടെടുത്തത് വഴി അതിനെ കവർന്നു കളയുവാനാണ് നാം രക്ഷിക്കപ്പെട്ട നാൾ മുതൽ സാത്താന്റെ അധികാരങ്ങൾ നമ്മളെ വട്ടമിട്ട് പറയുന്നത്. പക്ഷെ എന്താണ്, വഞ്ചനയിൽ കൂടിയാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. അവരൊരിക്കലും നമ്മുടെ നേരെ കർത്തൃത്വമില്ല. നമ്മളെ വഞ്ചിച്ചും ലോകമോഹത്തിൽ പെട്ടുകൊണ്ടും, അല്ലെങ്കിൽ എന്താണ്, ആ ഹൗവയെ സംബന്ധിച്ചോളം ആ യഥാർത്ഥ പിശാച് അവിടെ ഒരു തെറ്റുകാരനൊന്നുമല്ല. തെറ്റുകാരെന്ന് പറയാനൊക്കത്തില്ല. കാരണം ദൈവം അവരോട് കൽപ്പിച്ച അരുത്. സാത്താൻ എന്താണ്, അതിന്റെ മനോഹരത്തെ കാണിച്ചു കൊടുത്തതേ ഉള്ളൂ. അവർക്ക് പറയാൻ പറ്റുന്ന നോ. ഇത് തന്നെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. നമുക്കെതിരെ ഒരു പാപത്തിന്റെ പ്രവൃത്തികൾ വരുമ്പോൾ അതിനെ നോ എന്ന് പറയാനുള്ള അധികാരം ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. അത് അവരെ പോലെ ചെയ്യുന്നില്ലെങ്കിൽ നമ്മളും ഈ വഞ്ചനയിൽ പെട്ടുപോകാൻ സാധ്യതയുണ്ട്. എന്നാൽ നോക്കുകയെ ഈ റോമാലേഖനം 6 അധ്യായത്തിലേക്ക് നമുക്ക് വീണ്ടും ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. ഒന്നുകൂടി ഞാൻ മലിനം വായിക്കാം. അവൻ മരിച്ചത് പാപസംബന്ധമായിട്ട് ഒരിക്കൽ മരിച്ചു. നമ്മുടെ കർത്താവായിരിക്കുന്ന യേശുക്രിസ്തു ഒരിക്കലായിട്ട് മരിച്ചു. അപ്പോൾ നമ്മളായിരിക്കുന്ന പാപമോചനത്തിന്റെ വിലയും അതിനെ കാത്തു സൂക്ഷിക്കേണ്ടതിന്റെ ഉത്തരവാദിത്തത്തെ പറ്റിയാണ് ഞാൻ പറഞ്ഞു വരുന്നത്. പിന്നെയോ അവൻ ജീവിക്കുന്നു, ദൈവത്തിൽ ജീവിക്കുന്നു. അങ്ങനെ സ്നാനമേറ്റവർ ആർക്ക് വേണ്ടിയിട്ട്? യേശുക്രിസ്തുവിന്റെ യഥാർത്ഥമായിരിക്കുന്ന സ്നാനം ഏതായിരുന്നു? ക്രൂശിലെ യാഗമായിരുന്നു, അല്ലെ? അപ്പൊ യഥാർത്ഥമായിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ മരണം ക്രൂശിലെ യാഗമായിരുന്നു. യോഗനാന്റെ കൈകളിലേറ്റ സ്നാനം ഇവിടെ നമ്മൾ മനുഷ്യനും നമ്മളുടെ നീതികളോട് പറയുന്നത്. രണ്ടുള്ളവരൊന്നും ഇല്ലാത്തവരും കൊടുക്കട്ടെ, അത് പറഞ്ഞിരിക്കട്ടെ. പക്ഷെ യേശുക്രിസ്തുവിന്റെ ക്രൂശിൽ മനുഷ്യനെ ദൈവമായിട്ട് നീതീകരിക്കരുത്. ദൈവമായിട്ട് നമ്മളെ നീതീകരിക്കേണ്ടതിന് കർത്താവായിരിക്കുന്ന യേശുക്രിസ്തു മരിക്കണമായിരുന്നു. അങ്ങനെ അവൻ ഒരിക്കലായിട്ട് മരിച്ചതിന് ശേഷം ദൈവത്തിന് വേണ്ടി അവൻ ജീവിക്കുന്നു. നമുക്ക് വേണ്ടി അവൻ മരിച്ചു, പിന്നെ ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നു. അവണ്ണം പാപസംബന്ധമായിട്ട് നമ്മൾ മരിച്ചിരിക്കുന്നു എന്ന് നമ്മൾ എത്ര പേര് അറിയുന്നു? നമ്മൾ പാപസംബന്ധമായിട്ട് മരിച്ചവരാണോ അല്ലയോ? നമ്മൾ പാപസംബന്ധമായിട്ട് മരിച്ചവരാണെന്നാണ് വചനം പറയുന്നത്. അത് വിശ്വസിക്കാനുള്ള താഴ്മ നമുക്ക് വേണം. അത് വിശ്വസിക്കുന്നതാണ് താഴ്മ. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ മുമ്പിലുള്ള താഴ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യരുടെ മുമ്പിൽ കുമ്പിടുന്നതല്ല. ആരെന്ത് പറഞ്ഞാലും ഉവ എന്ന് പറയുന്നതല്ല. ദൈവത്തിന്റെ വചനം എന്ത് എഴുതിയിരിക്കുന്നുവോ അത് അവണ്ണം വിശ്വസിക്കുന്നതാണ്. ഇപ്പൊ കഴിഞ്ഞ ആഴ്ച എനിക്ക് തോന്നുന്നു ഇവിടെ പാസ്സായിരിക്കും പറഞ്ഞത്, നാം യേശുക്രിസ്തുവിൽ പരിപൂർണരായിരിക്കും. ഇവിടെ അല്ലേ പറഞ്ഞത്? അങ്ങനെയാണെങ്കിൽ അത് വിശ്വസിക്കാൻ എന്നാ വഴി? അത് വിശ്വസിക്കുന്നതിനാണ് താഴ്മ എന്ന് പറയുന്നത്. ഞാൻ യേശുക്രിസ്തുവിൽ
പരിപൂർണ്ണരായിരിക്കുന്നു. അയ്യോ കർത്താവേ, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞു നമ്മൾ വീണ്ടും താണു പോകത്തുള്ളൂ. ആ യേശുക്രിസ്തു പറയുന്നു, നിങ്ങൾ എന്നിൽ പരിപൂർണ്ണനാണ്, ഞാനിത് വിശ്വസിക്കുന്നു. ഇവിടെയാണ് ദൈവം പറയുന്നത്, നീ താഴ്മയുള്ളവരാണ്. യേശുക്രിസ്തു പറഞ്ഞാൽ സൗകര്യം താഴ്മയുള്ളവരാകിയാൽ എന്റെ നുകമേറ്റ് എന്നോട് പറയും. യേശുക്രിസ്തു ഒരു സാധാരണ മനുഷ്യൻ നോക്കി എന്തോ താഴ്മയുള്ളത്. അവന് പറഞ്ഞാൽ ആ കുറുക്കനോട് പോയി പറ, ഞാൻ ഇന്നും നാളെ മറ്റന്നാളും ശുശ്രൂഷിക്കുന്നതൊക്കെ പറയുമ്പോൾ രാജാവിനോടാണ് പറയുന്നത്. അവിടെ എന്താ താഴ്മ നമ്മൾ കാണുന്നത്? ഇവിടെ താഴ്മ എന്ന് പറയുന്നത് എന്റെ പിതാവിനെ സമ്പൂർണ്ണമായിട്ട് ഞാൻ അനുസരിക്കുന്നുള്ളൂ. എന്റെ ദൈവത്തെ ഞാൻ പൂർണ്ണമായിട്ടും പ്രിയപ്പെട്ട യഥാർത്ഥമായിരിക്കുന്ന താഴ്മ, ദൈവവചനത്തെ അതുപോലെ അനുസരിക്കുന്നതാണ് യഥാർത്ഥമായിരിക്കുന്നത്. ഇവിടെയാണ് ദൈവം പ്രസാദിക്കുന്നത്. അല്ലാതെ മനുഷ്യരുടെ മുമ്പിൽ കുമ്പിടുന്നല്ല. നമുക്ക് ഈ കത്തോലിക്കരുടെയൊക്കെ അടുത്ത പോകില്ല, അവരുടെ അത്ര താഴ്മയൊന്നും നമുക്കില്ല. മനുഷ്യരുടെ മുമ്പിൽ അവിടെ താഴ്മ കണ്ടാൽ നമുക്ക് തന്നെ എന്താണ്, നമ്മളെ തന്നെ എന്താണ് വെറുക്കും. പക്ഷെ അതല്ല ബൈബിൾ ഒരു താഴ്മ. ദൈവവചനം എന്തെഴുതിയിരിക്കുന്നുവോ അതിനെ ഔവണ്ണം വിശ്വസിക്കുന്നതും അനുസരിക്കുന്നു. നോക്ക് പിന്നെ, അപ്പോൾ യേശുക്രിസ്തു ഒരിക്കലായിട്ട് മരിച്ചത് ക്രൂശിലാണ്. ആ ക്രൂശിൽ അവൻ മരിച്ച് ദൈവം അവനെ മരണവാശങ്ങളെ അഴിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താണ് പാപസംബന്ധമായിട്ട് മരിച്ചതെന്നാണ്. എന്നാ ഇപ്പൊ നമ്മൾ മരിച്ചതെന്നാണ്. യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചു, നമ്മളെന്നാ മരിച്ചത്. ഈ റോമലേഖനം 6 തന്നെ പറയുന്നുണ്ട്, സ്നാനത്താൽ. നമ്മളൊക്കെ സ്നാനത്തിന്റെ വലിപ്പം നമ്മൾ തിരിച്ചറിയണം. യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചിട്ടില്ലാതെ ഈ ലോകത്തിൽ ആദ്യം രക്ഷ കിട്ടുന്നില്ലെങ്കിൽ ആ രക്ഷ നമ്മളിൽ സായത്തമാക്കിയത് അവനോടുകൂടെ മരിച്ചുവെങ്കിൽ നാം അവനോടുകൂടെ ജീവിക്കും. ആ യേശുക്രിസ്തുവിടെ മരിപ്പാൻ സ്നാനമേറ്റ ദിവസത്തെയാണ് നമ്മുടെ യഥാർത്ഥമായിരിക്കുന്ന നമുക്ക് 6-1 വാക്യത്തോട് വായിക്കാം. ആകയാൽ നാം എന്തു പറയണ്ടു? കൃപ പെരുകേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കുന്നോ ഒരു നാൾ വലുത്. പാപസംബന്ധമായിട്ട് മരിച്ചവരായ നാം ഇനി അതിൽ ജീവിക്കുന്നത് എങ്ങനെ? അപ്പോൾ നോക്കുവരെ, ഇവിടെ വചനം നമ്മൾ ഓർപ്പിക്കുകയാണ്, പാപസംബന്ധമായിട്ട് നമ്മൾ എന്താണ് മരിച്ചവർ അല്ലേ? അത് വിശ്വസിക്കുന്നു. അനേക ഉപദേശങ്ങളൊക്കെ എന്റെ ഹൃദയം ഒരിക്കൽ കലങ്ങിപ്പോകും. യഥാർത്ഥമായിട്ടും പാപസംബന്ധമായിട്ട് നമ്മൾ മരിച്ചവരാണ്, നമ്മളെ തന്നെ സ്നാനമേറ്റ് എണ്ണണം. എന്നിട്ട് താഴത്തെ വചനം എന്താ പറഞ്ഞിരിക്കുന്നത്? അല്ല, യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായി നാം എല്ലാവരും അവന്റെ മരണത്തിൽ പങ്കാളികളായിട്ട് തീരുവാൻ സ്നാനമേറ്റിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, മാനസാന്തരപ്പെട്ടതിന് ശേഷം നമ്മൾ സ്നാനമേറ്റിട്ടുണ്ട് എങ്കിൽ അന്നെന്താണ്? പാപസംബന്ധമായിട്ട് നമ്മൾ മരിച്ചവർ. ഏത് പാപത്തില്? ആർക്കും നമ്മളെ രക്ഷിപ്പാൻ കഴിയാത്ത, ഒരു മനുഷ്യനും സമ്പത്തിനും രക്ഷിപ്പാൻ കഴിയാത്ത നമ്മുടെ പിതൃ പാരമ്പര്യം എന്ന അല്ലെങ്കിൽ ആദമിന്റെ പാപം എന്നുള്ള ആ ഭയങ്കരമായിരിക്കുന്ന നരകവിധിയിൽ നമ്മളെ വീണ്ടെടുത്തത് ഈ സ്നാനത്തിലാണ്. അപ്പൊ യഥാർത്ഥത്തിൽ യേശുക്രിസ്തുവിന്റെ യഥാർത്ഥമായിരിക്കുന്ന സ്നാനം എവിടെയാണ് നടന്നത്? ക്രൂസിലാണ്. അത് യേശുക്രിസ്തുവിന്റെ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. ലൂക്കോസ് 12:49-50 എന്താ പറഞ്ഞിരിക്കുന്നത്? ഇനി ഭൂമിയിൽ തീയിടുവാനത്ര ഞാൻ വന്നത്, അത് ഇപ്പോഴേ വീട് കത്തിയിരുന്നുവെങ്കിൽ ഞാൻ ആശിക്കുന്നു, എങ്കിലും ഇനി എനിക്കൊരു സ്നാനം ബാക്കി. അപ്പൊ കർത്താവായിരിക്കുന്ന യേശുക്രിസ്തു ക്രൂശിൽ മരിപ്പാൻ വേണ്ടി എന്താണ് അങ്ങ് ത്രസിക്കുക അവന്റെ ഹൃദയം. കാരണം നമ്മളെ വീണ്ടെടുക്കേണ്ടതിന്, നമ്മളെ രക്ഷിക്കേണ്ടതിന്, തന്റെ മണവാട്ടിയെ വീണ്ടെടുക്കേണ്ടതിന് താൻ ക്രൂശിൽ മരിക്കാൻ വേണ്ടി അവൻ എന്താണ് വളരെ ഉത്സാഹത്തോടു കൂടിയാണ് നിൽക്കുന്നത്. പക്ഷെ പിതാവിന്റെ സമയമാകാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. അതാണ് പറയുന്നത്, പിതാവെ കഴിയുമെങ്കിൽ അല്ലെങ്കിൽ നിന്റെ ഇഷ്ടം തന്നെ നടക്കട്ടെ. അപ്പൊ എന്താണ്, അവൻ ലോകത്തിൽ വന്ന നാൾ മുതൽ അല്ലെങ്കിൽ എന്താണ് അവനെ ശുശ്രൂഷ തുടങ്ങിയ കാലം മുതൽ അവൻ മരിക്കാൻ വേണ്ടി വെമ്പൽ കൊള്ളുകയും, യേശുക്രിസ്തു നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി മരിപ്പാൻ വേണ്ടി വെമ്പൽ കൊള്ളുകയാണ്. എന്തിനാണെന്നറിയാമോ? നമ്മളിലേക്ക് പരിശുദ്ധാത്മാവ് വരണം. പിതാവായിരിക്കുന്ന ദൈവത്തിന്റെ ആത്മാവ് നമ്മളിലേക്ക് വരണം. ഇതാണ് കർത്താവിന് നമ്മളോട് സ്നേഹം. അതിനുവേണ്ടി ഞാൻ ഉത്സാഹിച്ചുകൊണ്ടിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഞരങ്ങുകയാണ്. എന്തെന്നറിയാമോ? ആ സ്നാനത്തിന് വേണ്ടി. കാരണം എന്റെ മണവാട്ടിയെ കാണുവാനുള്ള ഉത്സാഹം എന്റെ ഹൃദയത്തിലുണ്ട്. അവിടെ ഒന്ന് കാണണം. നമ്മളെ ഓരോരുത്തരും ദൈവസന്നിധിയിൽ അവരെ കാണണം. അതിനുവേണ്ടി എന്റെ ഹൃദയം ത്രസിക്കുകയാണ് ക്രൂശിൽ മരിപ്പാൻ. എന്നാൽ എന്റെ പിതാവിന്റെ ഇഷ്ടം സമയം ആകുമ്പോൾ മാത്രമേ ഞാൻ അതിനായിട്ട് എന്നെ അവൻ പിതാവ് ചെയ്യുകയുള്ളൂ. പിതാവിന്റെ കൃത്യമായിരിക്കുന്ന സമയത്തിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുകയാണ്. ആ കൃത്യമായിരിക്കുന്ന സമയത്ത് ഈ ക്രൂശിൽ ഞാൻ സ്നാനം ചെയ്തു. അന്ന് എന്നിൽ വിശ്വസിക്കുന്നവരൊക്കെയും രക്ഷമാണ്. നോക്കുവിന് ആ 6-ാം അധ്യായത്തില് പിന്നെ പറയുകയാണ്, അപ്പോൾ നമ്മൾ എന്നാ ക്രൂശിൽ മരിച്ചത്? നമ്മൾ എന്നാ കർത്താവിനോട് മരിച്ചത്? സ്നാനത്തിലാണ്. 2 കള്ളന്മാരെന്താ നമ്മളെ എനിക്ക് നാനാക്കാരും മർത്തമാക്കാരും ഒക്കെ നിങ്ങളോട് ചോദിക്കും, സുവിശേഷം പറയുന്നുണ്ടെങ്കിൽ കള്ളന്മാര് സ്നാനമല്ല നിങ്ങളോട് ചോദിച്ചിട്ടില്ലേ? കള്ളന്മാരെ കള്ളന്മാരുടെ സ്നാനമാണ് ധൈര്യത്തോടെ പറയണം. കാരണം യേശുക്രിസ്തുവിന്റെ ഇടവും പോലെ 2 കള്ളന്മാരെ ക്രൂശിച്ചു. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവിടെ. ആ കള്ളന്മാർ യേശുക്രിസ്തുവിന്റെ കൂടെ ക്രൂശിൽ മരിക്കുകയായിരുന്നു. യേശുക്രിസ്തുവിന്റെ യഥാർത്ഥ സ്നാനം ക്രൂശിലെ മരണമാണെങ്കിൽ ആ കള്ളന്മാരുടെ യഥാർത്ഥമായിരിക്കുന്ന സ്നാനവും ക്രൂശിൽ തന്റെ കൂടെയുള്ള മരണമാണ്. ഒരു കള്ളൻ മാനസാന്തരപ്പെടാതെ മരിച്ചു, ഒരു കള്ളൻ മാനസാന്തരപ്പെടാതെ സ്നാനമേറ്റു, ഒരു മനുഷ്യൻ മാനസാന്തരപ്പെട്ടിട്ട് സ്നാനമേറ്റു. മാനസാന്തരപ്പെട്ടിട്ട് സ്നാനമേറ്റവന് ദൈവം അങ്ങോട്ട് കൊടുക്കും. അത് പത്രോസ് അപ്പോസ്തലൻ പറഞ്ഞു, നിങ്ങൾ ഓരോരുത്തരും മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപത്തിന്റെ മോചനത്തിനായിട്ട് സ്നാനമേറ്റി അപ്പോൾ പരിശുദ്ധാത്മാവിന്റെ ദാനം കിട്ടും. പരിശുദ്ധാത്മാവിൽ നിന്ന് വീണ്ടും ചെയ്തതിന് പോകണമെങ്കിൽ നോക്കുക, പാപസംബന്ധമായിട്ട് നമ്മളെ തന്നെ മരിച്ചവരായിട്ട് നമ്മളെ എണ്ണണം. അങ്ങനെ
പാപസംബന്ധമായിട്ട് ഞാൻ മരിച്ചു, ഞാൻ ഇനി പാപിയല്ല, നമ്മൾ ദൈവത്തിന്റെ വിശുദ്ധന്മാരാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും വിശ്വാസമുണ്ടോ? തന്റെ അടുത്തോട് പറയാൻ കഴിയുമോ? ഏതൊരു മനുഷ്യന്റെ മുമ്പിലും ഞാൻ വിശുദ്ധനാണെന്ന് പറയാനുള്ള ധൈര്യവും തന്റെയും ഉണ്ടാവും. ഞാൻ ചോദിക്കട്ടെ, വിവാഹം കഴിഞ്ഞ ഒരു പെൺകുട്ടിയോടെ ഒരു പുരുഷനോട് നീ വിവാഹത്തിനാണോ ചോദിച്ചാൽ ആണ് അല്ലെങ്കിൽ അല്ല ധൈര്യത്തോട് പറയുന്നില്ലേ? ഇതേപോലെ ഒരു ധൈര്യം നമ്മളോട് ചോദിക്കുന്ന ഈ പള്ളി പോകുന്നവർ ചോദിക്കും, ആരോട് പോലെ വിശുദ്ധരെന്ന്? ഞാനുണ്ടെന്ന് പറയുന്നത് തന്റെ കാണും. കാരണം എന്താണ്? എന്റെ നീതിയല്ല, ക്രിസ്തുയേശുവിന്റെ നീതി തന്നെ വിശ്വാസത്താൽ എന്നിൽ വന്നത്. ഈ ഉറപ്പാണ് ക്രിസ്ത്യ ജീവിതത്തിന്റെ ജീവിതത്തിന് അനിവാര്യമായിരിക്കുന്ന അടിസ്ഥാനം. അപ്പോൾ നോക്കുക, ഇവിടെ ഞാൻ പറഞ്ഞു വരുന്നത്, ആ യേശു ക്രിസ്തു ഒരിക്കലായിട്ട് മരിച്ചു നമ്മൾ വായിക്കുന്നു. എന്നിട്ട് ഇവിടെ പറയുകയാണ്, അവന്റെ മരണത്തിൽ പങ്കാളികളായിട്ട് തീർന്ന സ്നാനത്താൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. ക്രിസ്തു മരിച്ചിട്ട് പിതാവിന്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടത് തന്നെ. അപ്പോൾ എന്താണ്? നമ്മൾ എങ്ങനെയാണ് സ്നാനത്തിൽ മരിച്ചു ഉയർത്തെഴുന്നേറ്റത്? കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ് പിതാവിന്റെ വലത്തുഭാഗത്ത് അമർന്നിരിക്കുന്നത് പോലെ നാമും ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടത്. അപ്പോൾ നമ്മളിപ്പോൾ എവിടെ ഇരുത്തിയിരിക്കുന്നത്? ഇത് നമ്മൾ വിശ്വസിക്കണം. ഞാൻ സ്വർഗത്തിലിരിക്കും. ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ നമ്മളിവിടെ ഇരിക്കുന്നവരെ ഇപ്പൊ വീട്ടിലാണെങ്കിൽ എന്തൊക്കെയാണ് ചെയ്യുന്നത്? ഒരുപക്ഷെ സഹോദരന്മാരെ കറിക്കരിയുമായിരിക്കും, അല്ലേ? അല്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ വീട്ടിൽ നാളെ താമസം ഇവിടെ എന്തുകൊണ്ടാണ് പറയാത്തത്? ഇവിടെ ഇപ്പൊ കുറച്ച് കറിക്കരിയാനുള്ള സാധനം ഉണ്ടെങ്കിൽ നിങ്ങൾ എടുത്ത് ചെയ്യത്തില്ല. എന്തുകൊണ്ടാണ്? നമ്മൾ സഭായോഗത്തിൽ വന്നിരിക്കും. എന്നാൽ നമുക്കൊരു ഉറപ്പുണ്ട്, ഞാൻ വീട്ടിലെല്ലാം ഇവിടെയാണ്. ഇവിടെ ഒരു പ്രിൻസിപ്പൾ ഇല്ലേ, ഒരു നിയമമാണ്. എന്ന വണ്ണം പ്രിയരെ, നാം സ്വർഗത്തിലാണെന്ന് ഉറപ്പ് ഹൃദയത്തിലുണ്ടെങ്കിൽ മാത്രമേ പാപം കൂടാതെ ജീവിക്കാൻ പറ്റുന്നുള്ളൂ. അപ്പോഴെന്താണ്? നമ്മുടെ നടപ്പിലും ഇരിപ്പിലും ഒക്കെ നമ്മൾക്ക് ഒരു ഉറപ്പ് കിട്ടും, ഞാൻ സ്വർഗത്തിലാണെങ്കിൽ. ഒരിക്കലും മാധവിക്കുട്ടി എന്ന് പറഞ്ഞൊരു കവിയത്രി ഉണ്ടായിരുന്നു. അവള് ഇങ്ങനെ കൊച്ചു പെണ്ണായിരുന്നപ്പോ തന്നെ എന്താണ് കൊച്ചു പാവാട കെട്ടി ഇങ്ങനെ ആടിപ്പാടി കളിച്ചുകൊണ്ടിരിക്കുമ്പോ തന്റെ അമ്മാച്ചൻ ഒരു വലിയ ഒരു ഫുൾ പാവാട കൊണ്ടുവന്നു. അപ്പൊ അവരുടെ ഒരു സാക്ഷ്യമാണ്. അപ്പൊ അവള് പറഞ്ഞു, ഞാൻ ഈ മുഴുപ്പാവാട പാദത്തെ മുട്ടിക്കിടക്കുന്ന ഒരു പാവാട ഇട്ട് പുറത്തോട്ട് ഇറങ്ങിയപ്പം എനിക്ക് പഴയ പോലെ ഓടാൻ പറ്റുന്നില്ല, തുള്ളി കളിക്കാൻ പറ്റുന്നില്ല. അപ്പോഴാണ് ഈ പാവാടത്തുമ്പോ വന്നിട്ട് കാലം അബദ്ധത്തിൽ പറയണ, നീ ഇപ്പൊ വലിയ കുട്ടിയാണ്, നീ പഴയതുപോലെ ആവരുത് എന്നൊരു ഓർമ്മയാണ് വരുന്നത് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഞാൻ അതല്ല പറഞ്ഞു, അത് എന്ന് പറഞ്ഞ പ്രിയരെ, ഞാൻ സ്നാനം പറ്റവനാണ്. സ്നാനത്താൽ ഞാൻ യേശു ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു എന്നുള്ളൊരു ഉറപ്പുണ്ടെങ്കിൽ ലോകത്തിൽ നമ്മൾ സഞ്ചരിക്കുമ്പോൾ, ലോകത്തിൽ നമ്മൾ വിശുദ്ധന്മാരായിട്ട് ജീവിക്കണമെങ്കിൽ ഈ ഉറപ്പ് വേണം, ഞാൻ സ്നാനമേറ്റ വ്യക്തിയാണ്. എന്നാൽ യേശു ക്രിസ്തുവിനെ ഞാൻ ധരിച്ചിരിക്കുന്നവനാണ്. അവന്റെ നീതിവസ്ത്രം ഞാൻ അണിയപ്പെട്ടവനാണ്. അതുകൊണ്ട് പിന്നെ നിന്റെ ഇഷ്ടത്തിന് ഞാൻ വരുന്നില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ആഗ്രഹത്തോടത്തോളം എനിക്ക് വരുവാൻ കഴിയത്തില്ല. ആഗ്രഹം ഉണ്ടെങ്കിലും ശരി, കഴിയത്തില്ല. കാരണം എന്താണ്? ഞാനൊരു നീതിവസ്ത്രം ധരിച്ചിരിക്കുകയാണ്. നമ്മൾ ധരിക്കപ്പെട്ടിരിക്കുന്ന നീതിവസ്ത്രത്തിന് ഒരു വലിയ വില കൊടുത്താൽ മേടിച്ചത്, അല്ലേ? ആ വില തന്റെ ഏകജാതനായ പുത്രന്റെ ജീവനം. അപ്പൊ നമ്മൾ ഈ നീതിവസ്ത്രം ധരിപ്പിക്കേണ്ടതിന്, അല്ലെങ്കിൽ എന്താണ്, നമ്മൾ 1000, 2000, 5000 രൂപയുടെ മാത്രം ഡ്രസ്സ് ഇടുന്ന ഒരു പെൺകുട്ടിയാണെങ്കിലും തന്റെ വിവാഹത്തിന് അവൾ 50,000 രൂപ 40,000 രൂപ വസ്ത്രം തെരഞ്ഞെടുത്തതിന്റെ കാര്യം എന്തറിയാമോ? അത് വിവാഹ വസ്ത്രമാണ്. അവിടെ എന്താണ്? നമ്മളെ ഈ വിവാഹ വസ്ത്രം ഉടുപ്പിക്കേണ്ടതിന്, നമ്മളെ ഈ നീതിവസ്ത്രം ഉടുപ്പിക്കേണ്ടതിന് ഏറ്റവും വലിയ വിലയാണ് ദൈവം കൊടുത്തിരിക്കുന്നത്. പിതാവ് ഏറ്റവും വലിയ വില കൊടുത്താണ് ഈ നീതിവസ്ത്രം നമ്മളെ ധരിപ്പിച്ചിരിക്കുന്നത്. തന്റെ പുത്രനായിരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ ജീവനാണ് എന്റെ മറുവില. പ്രിയപ്പെട്ടവരെ, സ്നാനത്താൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ പാപമോചനത്തിന്റെ ഈ നീതിവസ്ത്രം നമുക്ക് നൽകി തരുന്നത് തന്റെ ഏകജാതനായ പുത്രന്റെ. നിങ്ങൾക്കറിയാമോ വചനത്തിന്റെ അർത്ഥം? തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോകാൻ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഏകജാതന സ്വർഗത്തിന്റെ അവകാശിയാരാ? ഏകജാതന. അവനേക്ക് തന്നെന്ന് കോടാനുകോടി രൂപ സമ്പത്തുള്ള ഒരു വലിയ മുതലാളി അവന്റെ ഏകനായിരിക്കുന്ന പുത്രനെ, സകല സമ്പത്തിനും അധികാരിയായിരിക്കുന്നവനെ, ഒന്നുമില്ലാത്ത തെരുവോരക്കേണ്ട ഒരു യാചകന് വേണ്ടി അവൻ നടിക്കൊടുത്തെങ്കിൽ അവനോടുള്ള സ്നേഹം എന്താണ്? സ്വർഗത്തിന്റെ സകല അവകാശികളുമായിരിക്കുന്ന തന്റെ ഏകജാതനായ പുത്രനെ നമുക്ക് നീതിവസ്ത്രത്തിന് മറുപടിയായിട്ട് ദൈവകോടതിയിൽ, സാധാരണ കൊടുത്തിട്ട് ദൈവകോടതിയുടെ മുമ്പിൽ കൊടുക്കേണ്ടിയിരുന്നു. പാപത്തിന്റെ ശമ്പളം മരണമാണെന്നുള്ള ദൈവകോടതിയുടെ മുമ്പിൽ തന്റെ പുത്രനായിരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ യാഗം കഴിച്ച പിതാവിന്റെ സ്നേഹം, ആ യാഗത്തിലാണ് നമുക്ക് ഈ നീതിവസ്ത്രം ലഭിച്ചിരിക്കുന്നത്. എന്നിട്ടോ അവിടെ ബാക്കി പറയാം, നാമും ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടത് തന്നെ അവന്റെ മരണത്തിന്റെ സാദൃശ്യത്തോട് നാം ഏകീഭവിച്ചവരായെങ്കിൽ പുനരുത്ഥാനത്തിന്റെ സാദൃശ്യത്തോട് ഏകീഭവിക്കും. അപ്പൊ എന്താണ്? ഇതിനകത്തൊരു വാദമുണ്ട്. ഇതൊരു സാദൃശ്യമാണെന്നൊരു ഭാഷയോട് പറഞ്ഞു. ഞാൻ ഉറപ്പില്ലല്ലോ. പക്ഷെ ഇവിടെ എന്താണ് പറയുന്നത്? നമ്മളോട് ഒരു ചോദ്യം ചോദിക്കണം. നിങ്ങൾ അവന്റെ മരണത്തോട് ഏകീഭവിച്ചോ? നിങ്ങൾ വിശ്വസിക്കുന്നുവോ? വിശ്വസിക്കുന്നു എങ്കിൽ അതിന്റെ അർത്ഥം വിശ്വസിക്കുന്നു എങ്കിൽ നമ്മളും അവന്റെ പുനരുത്ഥാനത്തോടെ ഏകീഭവിക്കും. നാം അവന്റെ ക്രൂശിൽ മരണത്തിൽ പങ്കാളികളായിട്ട് തീർന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവോ? വിശ്വസിക്കുന്നുവെങ്കിൽ അവന്റെ മടങ്ങിവരവിൽ അല്ലെങ്കിൽ അവന്റെ തേജസ്സിൽ നമ്മൾ കൊടുക്കപ്പെടും. അങ്ങനെ ഒരു കാര്യമാണ്. അങ്ങനെ എങ്കിൽ നീ അത് വിശ്വസിക്കുന്നു എങ്കിൽ നിനക്ക് അവിടെ ചെല്ലുവാൻ കഴിയും. എന്നിട്ട് പിന്നെ എന്താണ് പറഞ്ഞത്? നാം ഇനി പാപത്തിന് അടിമപ്പെടാതെ വണ്ണം പാപ ശരീരത്തിൽ നീക്കം വരുന്നതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു.
അങ്ങനെ മരിച്ചവർ പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചു. നമുക്ക് പിന്നെ നാം ഇനി പാപത്തിന് അടിമപ്പെടാതെ വണ്ണം പാപശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് പറയും. ഈ പഴയ മനുഷ്യൻ ആരാണ്? ആദമ്യ മനുഷ്യൻ. ആദമിന്റെ രക്തത്തിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആദമിന്റെ മകൻ എന്നുള്ള പദവിയിൽ കുഴിച്ചിട്ടുണ്ട്. സ്നാനത്താൽ നമ്മൾ എന്താണ് ആദമിന്റെ ഈ പള്ളിക്കാരും തിരുമേനിമാരും ഒക്കെ പറയുന്നത്, ഞാൻ പരസ്യമായിട്ട് പ്രസംഗിക്കുന്നത് ഇപ്പോൾ തന്നെ തിരുമേനിമാരുടെ മുമ്പിൽ തന്നെ പ്രസംഗിക്കുന്നത്, അവരെന്താണ് പാപി ദോഷി എന്ന് പറയുന്നത്? അവരവിടെ പഴയ മനുഷ്യനെ അടക്കം ചെയ്തിട്ടില്ല. അവർ ആദമിന്റെ മക്കൾ, ആദമ്യരാണ്, നരകത്തിലേക്ക് പോകുന്നവരാണ്. ഒരു പുരോഹിതന്റെ മുഖത്ത് നോക്കി, ഒരു തിരുമേനിയുടെ മുഖത്ത് നോക്കി നീ നരകത്തിലാണ് പോകുന്നത് ധൈര്യവും തന്നെ വരും. കാരണം സത്യമാണ്. അത് അവനെ നശിപ്പിക്കാൻ, അവനെ രക്ഷിക്കാൻ അവന്റെ കുറ്റബോധം ഉണ്ടാകും. നാം സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടത് ഈ സ്നാനത്തിലാണ്. യേശുക്രിസ്തുവിന്റെ ക്രൂസിൽ നമ്മൾ അവരോട് മരിച്ചത് കൊണ്ടാണ്. അപ്പോഴാണ് നമ്മുടെ ആദമ്യ മനുഷ്യനായിരിക്കുന്ന പാപ ശരീരം നമ്മൾ ഇവിടെ കുഴിച്ചിരിക്കുക. എന്നിട്ട് ഇവിടെ പറയുകയാണ് ക്രൂശിക്കപ്പെട്ടെന്ന് പറഞ്ഞു. അങ്ങനെ മരിച്ചവർ പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചിരിക്കുന്നു. ആദമ്യ മനുഷ്യന്റെ ശരീരത്തെ നമ്മൾ കുഴിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ മരിച്ചവർ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം. ഇനി നമ്മൾ ദൈവത്തിന്റെ മക്കളും വിശുദ്ധന്മാരുമാണ്. ഈ ഉറപ്പ് നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ മാത്രമേ പാപം ചെയ്യാൻ കഴിയൂ. ഞാൻ ചോദിക്കട്ടെ, ഒരു നല്ല കാലത്ത് ഇപ്പൊ ഞാൻ പറയട്ടെ, എന്റെ മോന് ഈ കല്ലിക്കരൊക്കെ കൂട്ടുകാരോട് കൂടി ഇരിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടെന്ന് വിചാരിച്ചോ? ഇല്ല, ഉണ്ടെന്ന് വിചാരിച്ചോ? നാളെ ഞാൻ ഇവിടുത്തെ കളക്ടറായിട്ട് വന്നു കഴിഞ്ഞാൽ അവനവിടെ പോയി ഇരിക്കാൻ പറ്റുമോ? പറ്റുമോ? നിങ്ങൾ പറ. അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ എന്താണ്? അവന്റെ പദവിക്ക് ചേർന്നല്ല. കാരണം ഞാൻ കളക്ടറുടെ മകനാണെന്നുള്ള പദവിക്ക് ചേർന്നല്ല കലിങ്കയിൽ പോയി മറ്റുള്ളവരുടെ പോയി കൊച്ചു വീടിയും വെച്ചോടിക്കുന്നത്. ഞാൻ ഉദാഹരണം പറഞ്ഞതാണ്. അപ്പൊ എന്താണ്? നമ്മുടെ പിതാവായിരിക്കുന്ന ദൈവം സ്വർഗത്തിൽ തന്റെ പുത്രനോട് കൂടെ ഇരിക്കുമ്പോൾ നാം അവരെ സാക്ഷീകരിക്കുന്നുവെങ്കിൽ ലോകത്തിലുള്ളവരെ പോലെ നമ്മൾ ആയിത്തീരുന്നു. ഈ ഉറപ്പ് നമ്മുടെ ഹൃദയത്തിൽ വേണം. നമ്മുടെ കൂട്ടുകാർ വിളിക്കും, വളരെ അവരെ കലക്കരിക്കാൻ, നമുക്ക് അവിടെ പോയി ഇരിക്കാണെന്ന് അവർക്ക് പറയുന്നു, ഞാൻ വരുത്തില്ല, എന്റെ അപ്പനോടെ കലക്കുക. ആ ബോധമുണ്ടെങ്കിൽ മാത്രമേ അവരെന്താണ് തന്നെത്താൻ സൂക്ഷിച്ച് ഡിസിപ്ലിനായിട്ട് ജീവിതമായി പറയുന്നത്. എന്നിട്ട് ഇവിടെ വീണ്ടും പറയുന്നു, നാം ക്രിസ്തുവിനോടുകൂടെ മരിച്ചുവെങ്കിൽ അവനോടുകൂടെ ജീവിക്കും എന്ന് വിശ്വസിക്കുന്നു. ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കിയാൽ ഇനി മരിക്കില്ല, മരണത്തിന് അവരുടെ മേൽ ഇനി കർത്തൃത്വമില്ല എന്ന് നാം ഈ ഒരു വചനം ചില ഭയത്തോടെ നമ്മൾ കാണും. എന്താണ് അറിയാമോ? എന്താണ് സോമസ് എഴുതിയിരിക്കുന്നത്? നാം ക്രിസ്തുവിനോടുകൂടെ മരിച്ചുവെങ്കിൽ അവനോടുകൂടെ ജീവിക്കുമെന്ന് വിശ്വസിക്കുന്നു. ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കിയാൽ ഇനി മരിക്കത്തില്ല, അവന്റെ മരണത്തിന് അവരുടെ മേലെ ഇനി കർത്തൃത്വമില്ല എന്നും നാം അറിയുന്നു. നോക്കുമ്പോൾ യേശു ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റത് കൊണ്ട് ഇനി അവന് മരണമുണ്ടോ? അങ്ങനെയാണെങ്കിൽ അവനോടുകൂടെ മരിച്ച സ്ഥാനമേറ്റ നമുക്ക് ഇനി മരണമുണ്ടോ? ഇവിടെയാണ് നമ്മുടെ ധൈര്യം ഉണ്ടാകേണ്ടത്. യേശു ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റത് വഴി ഇനി മരണത്തിന് അവനെ പിടിച്ചു വെക്കാന്ന് മാത്രമല്ല, ഒരിക്കലും അവരുടെ കർത്തൃത്വമില്ലെങ്കിൽ ആ യേശു ക്രിസ്തുവിന്റെ സ്ഥാനത്താൽ മരിച്ച നമുക്ക് പിന്നീടാണ് മരണത്തിൽ നമ്മുടെ കർത്തൃത്വമില്ല. ഇത് നമ്മൾ ഉറപ്പിക്കണം ഹൃദയത്തില്ല. എന്നേക്കും ജീവിക്കുന്ന ഒരു ആത്മാവിനെ തന്നേക്കുന്നത്, എന്നേക്കും ജീവിക്കുന്ന ഒരു ആത്മാവിനെ തന്നേക്കുന്നത്. ഇനി നമുക്ക് മരണമില്ല എന്നുള്ള സത്യം നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം സന്തോഷവും, ക്രിസ്തീയ ജീവിതം സന്തോഷപൂർണ്ണമായിട്ട് തീരും, ധൈര്യമുള്ളതായി തീരും. പാപത്തിന് വേണ്ടി നമുക്ക് ജയം കിട്ടും. നമുക്ക് പിന്നെ ഇവിടെ ഭയപ്പെടുന്ന ഒരു കാര്യമുണ്ട്. പാപം ചെയ്തുവെങ്കിലോ, മനഃപൂർവ്വം പാപം ചെയ്തുവെങ്കിലോ, ഞാൻ ചോദിക്കട്ടെ, ഇനി നമുക്കൊരു സ്നാനമുണ്ടോ? ഇനി ഒരു സ്നാനം നമുക്കുണ്ടോ? സ്നാനം ഉണ്ടാകണമായിരുന്നെങ്കിൽ യേശു ക്രിസ്തു നമ്മൾ പാപം ചെയ്യുമ്പോഴൊക്കെ വിജയന് വേണ്ടി ഞാൻ വീണ്ടും മരിക്കുകയാണെന്ന് പറഞ്ഞാൽ അവൻ ഇറങ്ങി വന്നിട്ട് ക്രൂശിൽ മരിക്കണമായിരുന്നു. അങ്ങനെ അവൻ മരിക്കുവാണെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ പാപം ചെയ്യുമായിരുന്നു. എന്നിട്ട് എന്താണ്? പാപം ചെയ്ത ശേഷം യേശു കർത്താവ് ഇന്നലത്തെ എന്റെ പാപത്തിന് വേണ്ടി ഇന്ന് രാവിലെ കാൽവരി ക്രൂശിൽ മരിച്ചു, അതുകൊണ്ട് ഇന്ന് ഞാൻ അവന്റെ പേരിൽ സ്നാനം വേണ്ടിയാണ് ഇന്ന് പറയാമായിരുന്നു. പക്ഷെ അവൻ ഒരിക്കലായിട്ട് മരിച്ചു. ഇനി എന്താണ്? പാപം കൂടാതെ തനിക്ക് വേണ്ടി കാത്തിരിക്കുന്നവരെ രക്ഷയ്ക്ക് വേണ്ടി അവർ മടങ്ങി വരിക. അപ്പോൾ നോക്കപ്രിയരെ, ഇങ്ങനെ സ്നാനമേറ്റവര് വീണ്ടും പാപം ചെയ്യുകയാണെങ്കിൽ എന്താണ്? മനഃപൂർവ്വം പാപത്തിലേക്ക് പോകുന്നുവെങ്കിൽ ഇനി പാപത്തിന് പരിഹാരമായിട്ടൊരു ബലി ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ വീണ്ടെടുപ്പിന് അവൻ എന്താണ്? അവന്റെ വീണ്ടെടുപ്പിനെ അവൻ തന്നെ തുച്ഛീകരിക്കുക. ആ നമ്മളെ ഇരുത്തിയിരിക്കുന്ന സ്വർഗത്തെ അവൻ തന്നെ ചവിട്ടി കളയുക. എന്നുവെച്ചാൽ യേശുക്രിസ്തു രക്തത്തെ മലിനം. അപ്പം യേശുക്രിസ്തു ഒരിക്കലായിട്ട് മരിച്ച് ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലിരിക്കുമ്പോൾ ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കിയാൽ ഇനി മരിക്കയില്ല, മരണത്തിന് അവന്റെ മേലെ ഇനി കർത്തൃത്വമില്ല എന്ന് നാം അറിയുന്നു. ഇത്രയും പറഞ്ഞതിന് ശേഷമാണ് ഞാൻ ആദ്യം പറഞ്ഞത്, അവൻ മരിച്ചത് പാപസംബന്ധമായിട്ട് ഒരിക്കൽ മരിച്ചു, അവൻ ജീവിക്കുന്നതോ ദൈവത്തിന്. പാപസംബന്ധമായിട്ട് ഒരിക്കൽ മാത്രമേ ക്രിസ്തു മരിച്ചിട്ടുള്ളൂ. പ്രിയപ്പെട്ടവരെ, പാപമോചനത്തിനായിട്ട് സ്നാനവും ഒരിക്കൽ മാത്രമേ ഉള്ളൂ, ഒറ്റ തവണയേ ഉള്ളൂ. കുഞ്ഞുങ്ങളെ, നിങ്ങൾ സത്യമുള്ള ഒരിക്കൽ മാത്രമേ സ്നാനമുള്ളൂ. കൂടെ പള്ളിക്കാരുടെ കൊണ്ട് നമുക്ക് എന്താണ് കർത്താവിനെ മരിപ്പിക്കുകയും ഉയർപ്പിക്കുകയും ചെയ്യുന്ന പരിപാടിയില്ല. അതുകൊണ്ട് സ്നാനം ഒരിക്കലേ ഉള്ളൂ, ക്രൂശ് ഒരിക്കലേ ഉള്ളൂ. യേശുക്രിസ്തു ഒരിക്കലായിട്ട് മരിച്ചിട്ടുള്ളൂവെങ്കിൽ സ്നാനവും ഒരിക്കൽ മാത്രമേ ഉള്ളൂ. ആ യേശുക്രിസ്തു വീണ്ടും പാപപരിഹാരം ബലിയായിട്ട് ഇറങ്ങി വരാത്തത് കൊണ്ടും
ഇനി തനിക്ക് വേണ്ടി കാത്തിരിക്കുന്ന നിർമ്മലന്മാരെ ചേർക്കുവാനായിട്ട് വരുന്നതും കൊണ്ടും എന്താണ് ആ നമുക്ക് 2-ാം അധ്യായം 3-ാം അധ്യായം 10-ാമത്തെ വാക്യത്തോട്ട് വായിച്ചപ്പോൾ എന്താണ് 2 പത്രോസ് അത് അവസാനം പറയാനെന്ന് വചനമാണ്. പക്ഷെ ആദ്യം പറഞ്ഞു പോയി. കർത്താവിന്റെ ദിവസമോ കള്ളനെ പോലെ വരും. ആകാശം കൊടുപ്പഴുക്കത്തോടെ ഒഴിഞ്ഞു പോകും. മൂലപദാർത്ഥങ്ങൾ കത്തിയഴിയുകയും ഭൂമി അതിലുള്ള പണികളും വെന്തുപോവുകയും ചെയ്യും. ഇങ്ങനെ ഇതെല്ലാം അഴിഞ്ഞു പോകാനുള്ളതായിരുന്നു. ആകാശം ചുറ്റഴിയുവാനും ദൈവ ദിവസത്തിന്റെ വരവ് കാത്തിരുന്ന് ബന്ധപ്പെടുത്തിക്കൊണ്ട് പ്രിയരെ, ഞാൻ കുളന്നത്തേക്കാട്ട് ഈ ക്രിസ്ത്യൻ ജീവിതം ഒരു ബന്ധപ്പാടാകട്ടോ. ഇച്ചിരി ബന്ധപ്പെട്ട് ഓടുന്ന ഒരു കാര്യമാണ്. കാരണം എന്താണ്, ലോകം അത്രമാത്രം നമുക്കെതിരെ ശത്രുത്വമാണ്. ലോകം മുഴുവനും ഇത് പരിപാലിക്കുന്ന കാലത്ത് ഇസ്രയേലിന്റെ സർവ്വലോകം ഞെരുക്കുന്നത് പോലെ നാം രക്ഷിക്കപ്പെട്ട നാൾ മുതൽ ലോകത്തിന്റെ സകല ശക്തികളും മനുഷ്യരോട് ചേർന്ന് നമുക്കെതിരെ യുദ്ധം ചെയ്യുക. അതുകൊണ്ടാണ് വീട്ടിൽ ഒരാൾ വിശ്വാസമില്ലെങ്കിൽ അവിടെ പ്രശ്നം ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ മറ്റു കൂട്ടുകാരിൽ ഒരാൾ വിശ്വാസത്തിലേക്ക് വന്നിട്ടില്ലെങ്കിൽ അവിടെ ഫ്രിക്ഷൻ ഉണ്ടാകുന്നത്. എന്താണ് അത്? നമ്മുടെ ഇസഹാക്കും യാക്കോബും തമ്മിലുള്ള പ്രശ്നം പോലെ, വാഗ്ദത്ത പ്രകാരമുള്ള സന്തതി വാഗ്ദത്ത സന്തതി തമ്മിലുള്ള പ്രശ്നം പോലെ ലോകവും ദൈവമക്കളും തമ്മിലുള്ള പ്രശ്നമുണ്ട്. എന്നിട്ടോ വായിച്ചാൽ പുതിയ ഭൂമിക്കും നമുക്ക് പറയാം എത്ര ബന്ധപ്പെടുത്തി, എത്ര നീതിയോടെ, എത്ര വിശുദ്ധിയോടെ നമ്മൾ ജീവിക്കുക എന്ന് വെച്ചാൽ യഥാർത്ഥമായിരിക്കുന്ന ഒരു ക്രിസ്ത്യൻ ജീവിതം ലോകത്തിന് മുമ്പിൽ ദോഷമാണ്. ലോകക്കാർ ആരും നമ്മളെ അംഗീകരിക്കുന്നില്ല. എന്തുകൊണ്ടാണ് മന്ത്രിമാരും ഒക്കെ നമ്മളെ വന്ന് സ്വീകരിക്കുന്നത്? നമ്മുടെ സ്റ്റേജിൽ കയറിയിരിക്കുന്നത് നമ്മൾ ലോകവുമായിട്ട് ചേർന്ന് പോയി നമ്മുടെ നിത്യതയെ പറ്റിയുള്ള രക്ഷ നമ്മൾ നഷ്ടപ്പെടുത്തിക്കണം. എത്ര വിശുദ്ധ ജീവിതം! കാരണം എന്താണ്? ആ ഭയങ്കരമായിരിക്കുന്ന ദിവസം വിശുദ്ധിയുള്ളതൊക്കെ മാത്രമേ അങ്ങോട്ട് പോകൂ. ഇല്ലാത്തതെല്ലാം ഇവിടെ ഇതിനോടുകൂടെ ബന്ധുപോകും. കാരണം അശുദ്ധി എന്ന് പറഞ്ഞാൽ ലോകം. ആ ലോകത്തോടുകൂടെ നമ്മൾ അശുദ്ധരായിട്ട് തീർന്നാൽ നമ്മൾ ബന്ധുപോകും. പിന്നെ ഒരു മടങ്ങി തരവില്ല. അതുകൊണ്ട് എല്ലാവരും, എന്നെ കേട്ട എല്ലാവരും, ഞാൻ ഉൾപ്പെടെ എന്താണ് നമ്മുടെ കഴിഞ്ഞകാല ജീവിതങ്ങളെ തിരിഞ്ഞു നോക്കി കഥാവായിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ ക്രൂശിൽ എനിക്ക് വേണ്ടി അവൻ സഹിച്ച ബദ്ധപ്പാടുകളെ കണ്ടുകൊണ്ട് അവരോടുകൂടെ എന്താണ് പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കും എന്നാൽ നാം അവന്റെ വാഗ്ദത്ത പ്രകാരം നീതി വസിക്കുന്ന പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കുമായിട്ട് കാത്തിരിക്കും. യഥാർത്ഥമായിരിക്കുന്ന കാത്തിരിപ്പും പ്രത്യാശ വേണമെങ്കിൽ നമുക്കൊരു വിശുദ്ധ ജീവിതം ഉണ്ടാവും. വിശുദ്ധ ജീവിതം ഉള്ളവർക്ക് മാത്രമേ കാത്തിരിപ്പുള്ളൂ. മറ്റുള്ളവരെ നമുക്കറിയാം, വിശ്വാസത്തിന് താനേകരും തോന്നിയ പോലെ ജീവിക്കും. അവർക്ക് എന്താണ് കർത്താവ് വന്നാലും വന്നില്ല അവരുടെ ഒരു പ്രശ്നമായിട്ട് തീർന്നു. പക്ഷെ ഒരു ബന്ധപ്പാടോടുകൂടി നമുക്കെന്താണ് ഒരു ബന്ധപ്പാടോടുകൂടി ഇന്നത്തെ ഓട്ടം നമുക്ക് കഴിഞ്ഞ കാലങ്ങളിൽ എവിടെയാണ് നമ്മുടെ കാലുകളിൽ ഇടറിപ്പോയത്? നമ്മുടെ പറ്റിയുള്ള ദൈവത്തിന്റെ വലിയ പ്രത്യാശ എന്തായാലോ നമുക്ക് ഇന്ന് ജീവനോടുണ്ട്, മരിച്ചു പോയിട്ടില്ല, കർത്താവ് വന്നുമില്ല. അതുകൊണ്ട് നമുക്ക് വലിയൊരു പ്രത്യാശയുണ്ട്. എന്താണ്? കർത്താവ് ഞാൻ ഇന്ന് ജീവിക്കാൻ നീ സഹായിച്ചിട്ടുണ്ട്, ഇന്ന് ഞാൻ നശിച്ചു പോകാൻ നീ സൂക്ഷിച്ചിട്ടുണ്ട്, ഇന്നും എന്റെ ശരീരത്തിൽ ജീവൻ ബാക്കിയുണ്ട്. എന്റെ കഴിഞ്ഞകാല ജീവിതത്തിന്റെ കർത്താവെ നിന്റെ കാഴ്ചകളെ പിന്തുടരാൻ വിളിക്കുന്ന എന്റെ കാലുകളെ ലോകത്തിലേക്ക് തിരിഞ്ഞു പോയ അനുഭവങ്ങളുണ്ട്. കർത്താവിന്റെ മുമ്പിൽ നമുക്ക് തന്നെ താഴ്ത്താം. കാരണം ആ ബന്ധപ്പാട്ട് നമുക്ക് കാണാം. അവരൊരിക്കലായിട്ട് മരിച്ച് ഉയർത്തെഴുന്നേറ്റ്